നെടുമ്പന വില്ലേജ് ഓഫീസർ നടത്തുന്ന അഴിമതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ CPIM നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി തീരുമാനം. ഓഡിറ്റോറിയം ഉടമയ്ക്കായി വേണ്ടി നെടുമ്പനയിലെ കളിസ്ഥലം കാശ് വാങ്ങി തട്ടിയെടുത്തതിനെയാണ് CPIM ചോദ്യം ചെയ്യുന്നത്. കൊല്ലം നല്ലില ജംഗ്ഷന് സമീപം വായനശാലയുടെ പക്കലുണ്ടായിരുന്ന പാട്ടഭൂമിയിലെ കളിസ്ഥലം സമീപത്തുള്ള ഓഡിറ്റോറിയം മുതലാളിക്ക് പാർക്കിങ്ങിന് നൽകുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. യാതൊരു നോട്ടീസും നൽകാതെ പാട്ടക്കരാർ റദ്ദു ചെയ്യുവാൻ വില്ലേജ് ഓഫീസർ ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ഓഡിറ്റോറിയം ഉടമയ്ക്ക് വേണ്ടി താലൂക്ക് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തുവെന്നാണ് ആരോപണം. JCB ഉപയോഗിച്ച് കളിസ്ഥലം കുളം തോണ്ടുകയും ചെയ്തു. ഇത് ചോദിച്ചവരോട് വില്ലേജ് ഓഫീസർ ധിക്കാരപരമായി പെരുമാറിയെന്ന് CPIM ആരോപിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അതിൻ്റെ മോലാളിക്ക് ഈ വില്ലേജ് ഓഫീസർ 85-ൽ റീസെടുത്ത ഈ അവിടെ ഒരു ലൈബ്രറിക്ക് റീസെടുത്ത സ്ഥലം ഒരു നോട്ടീസ് നൽകാതെ അത് റദ്ദ് ചെയ്യാൻ താലൂക്ക് ഓഫീസിൽ നോട്ടീസ് അയക്കുകയും ഈ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി ഈ കളിസ്ഥലം ആ മുതലാളിയുടെ JCB കൊണ്ടുവന്ന് അവിടെയെല്ലാം കുളമാക്കി. അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറായിരുന്ന കാലത്തും ഇതേ വില്ലേജ് ഓഫീസറിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഈ കൈക്കൂലിയുടെ പേര് മുമ്പ് നെടുമ്പന വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഈ നിലവിലെ വില്ലേജ് ഓഫീസറായിട്ടുള്ള ആൾ അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, അന്നേരം സെക്രട്ടറി ആയിരുന്നു. അന്നേരം അസിസ്റ്റന്റ് സെക്രട്ടറിയും അവിടുത്തെ വേറെ ഉദ്യോഗസ്ഥനുമായി കൈക്കൂലി കൊടുക്കുന്നതിൻ്റെ പേരിൽ അവിടെ സംഘർഷം നടന്നു. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ചാത്തന്നൂരായിരുന്നു, നിലവിൽ പോലീസ് കേസ് എന്നെടുത്തായിരുന്നു. നെടുമ്പന വില്ലേജ് ഓഫീസിലെ ഏതു കാര്യത്തിനും ഏജന്റുമാർ മുഖേന കൈക്കൂലി ആവശ്യപ്പെടുന്നു. വരുമാനം, ക്രിമിനലിയർ, ജാതി സർട്ടിഫിക്കറ്റിന് പോലും പണം വാങ്ങുന്ന സ്ഥിതി. അക്ഷയ വഴി അപേക്ഷിച്ചാലും അപേക്ഷകൻ നേരിട്ട് വില്ലേജ് ഓഫീസിലെത്താതെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഭൂമി തരംതിരിക്കൽ, മണ്ണെടുപ്പ് തുടങ്ങിയവയ്ക്ക് ആയിരക്കണക്കിന് രൂപയാണ് കൈക്കൂലി വാങ്ങുന്നതെന്ന് CPIM നെടുമ്പന ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. ഈ പറയുന്ന ഭൂമിക്ക് വേണ്ടിയാണ് ഈ നാടകം നടത്തിയതായിട്ടുള്ള ആരോപണം. വില്ലേജ് ഓഫീസർ ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പാർക്കിങ്ങിന് ഏരിയ വിട്ടുകൊടുക്കാൻ വേണ്ടി ഈ ഭൂമി ഇവിടുത്തെ കുട്ടികളും, ഇതിപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ പൊതു ഇടം വേറെയില്ല, കളിസ്ഥലമായി ഇതാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഭൂമിയാണ് ഇത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ഇത് നിലവിലുണ്ടായിരുന്ന ഇതിൻ്റെ ആ കരാറെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് ഇത് ഈ പറയുന്ന ഓഡിറ്റോറിയം വ്യവസായിക്ക് വേണ്ടി ഈ ഭൂമി പാർക്കിങ്ങിന് വിട്ടുകൊടുക്കാൻ നീക്കം നടത്തി. ഇതിനെതിരെ രംഗത്ത് വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധിച്ചവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.